ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. മേനക നൃത്തം വയ്ക്കും നാൽപ്പാമരക്കാട്ടിൽ. മേനക നൃത്തം വയ്ക്കും നാൽപ്പാമരക്കാട്ടിൽ. ഏതോ പുഷ്പശരം കൊണ്ടിന്നലെ എന്റെ തപസിളക്കി കാമിനി, എന്റെ തപസിളക്കി. ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ഗായിക തമ്പുരുമീട്ടും നവരാത്രി മണ്ഡപത്തിൽ. നീയാം ഗായിക തമ്പുരുമീട്ടും നവരാത്രി മണ്ഡപത്തിൽ. നിന്റെ രതിസുഖസാരേ, നിന്റെ രതിസുഖസാരേ കേട്ടിട്ടെൻ്റെ മനസ്സിലാക്കി കാമിനി, എൻ്റെ മനസ്സിലാക്കി. ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. Wonderful, wonderful. Good. Thanks, sir. All the best, all the best. Super, Beautiful, super, man. Beautiful. Wonderful. അസലായിരുന്നു. Very good, very good, very good. എന്താ കാണിച്ചു നീ? ഞാൻ പേടിച്ചു പോയി. ഞാൻ എടാ സൂപ്പർ ഇതൊരു പുതിയ ഐറ്റം. എന്തോന്നാണ് നീ ഇങ്ങനെ ദിനം ഓരോ ദിവസവും ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ഒന്നും കൂടെ കാണിക്കോ? ഞാൻ മൈക്ക് വെച്ചുതരാം. ശബ്ദം അത് ശരിക്കും കാണിക്കുന്നേ. പാട്ടേ കൊറേ ദിവസം കൊണ്ട് പഠിച്ചു വന്ന് പാടി അതിനൊരു സ്റ്റാൻഡിങ് അവേഷൻ കിട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. ലീഡർ കണ്ടോ ഈ ലീഡറിന്റെ പെർഫോമൻസ്? കണ്ട് ആ എന്ത് തോന്നി? ഞാൻ അവിടെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തോട്ടെ. സ്പിരിറ്റ് ഓക്കെ, ചോദിക്കാം നമുക്ക്. ഇതാരാ ഈ പാട്ട് സെലക്ട് ചെയ്തന്നെ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സോങ് ആദ്യം ഇതിന് ഈ പാട്ട് നോക്കൂന്ന് പറഞ്ഞത് സതീഷ് സാറാണ് ആദ്യം പറഞ്ഞത്. സതീഷ്
വണ്ടർഫുൾ വണ്ടർഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ചോദിക്കാം. അതെ, ഓൾമോസ്റ്റ് എല്ലാ നല്ല പാട്ടുകളുടെയും സെലക്ഷൻ ഇവിടുന്നാണ്. ഇവിടുന്നാണ്, അതെ. അത്രേ ഉള്ളൂ. ഷോ ഡയറക്ടറാണ് നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സാർ. സഞ്ജയ് സാറേ വണ്ടർഫുൾ, താങ്ക് യു സാറേ. ബ്യൂട്ടിഫുൾ, താങ്ക്സ്. സൂപ്പറായിട്ട് പാടിയതാണ്. കാര്യം നമുക്ക് എന്താ പറയണ്ടേ, ആ പാട്ടിന്റെ ആത്മാവ് അറിഞ്ഞു പാടി. കാര്യം അത് ഒരു ഉഗ്രം കോമ്പസിഷൻ, ഒരു നിവർത്തില്ല. ഞാൻ അണ്ണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അയ്യോ എന്താണ് ഇത്, ഒരു ഹൈലി റൊമാൻറ്റിക് നമ്പർ ആണെങ്കിൽ ആ രാഗത്തിന്റെ സുഖം എന്ന് പറയുന്നത് അങ്ങനല്ല, അത് വേറൊരു, അത് അതിൻ്റെ ഒരു ലൈറ്റ് സുഖം ഉണ്ടല്ലോ, അത് മാക്സിമം ഇതിലുണ്ട് ഈ പാട്ടിൽ. ആ ഓരോ വരികൾക്കും പാടിയിരിക്കുന്ന അളവിനാണ് പാടിയിരിക്കുന്നത്. അതിൽ ഒരു ഇച്ചിരി കൂടിപ്പോയാൽ അത് ഒന്നിനും കൊള്ളത്തില്ല, കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം, കുറഞ്ഞാലും കൊള്ളത്തില്ല. അതുപോലെ തന്നെ അത് മോനത് കൂടെ കൊണ്ടുപോയി. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു ആ സോഡ് നഷ്ടപ്പെടാതെ ഉഗ്രമായിട്ട് പാടിയിടാന്ന്, വേറെ ഒന്നും പറയാനില്ല. അപ്പം ദാസേട്ടന് നിന്നെ ഒരു തവണ കൂടെ കാണാനുള്ള ഒരു ചാൻസ് ആയി. അതെ, ഏതൊക്കെ കാണിച്ചു കൊടുക്കല്ലേ. ഇതിന് എഫറിനായിട്ട് ഞാൻ അയച്ചു കൊടുക്കും, ഉറപ്പായിട്ട് അയച്ചു കൊടുക്കും, ഉറപ്പായിട്ട്. ഈ ഒരു പാട്ട് മിക്കാറും നമുക്ക് ചിത്രശീല എന്നേ പാടത്തുള്ളൂ, എല്ലാവരും പാടി കേട്ട് ചിത്രശീല, അവിടെ തൊട്ടാണ് ആ ബെൻഡ്. അതപ്പോ എങ്ങനെ ചെയ്തിട്ടുണ്ടാവും ആ ദക്ഷിണാമൃത. സാധാരണ ആരും അങ്ങനെ പാടി കേട്ടില്ല, പക്ഷെ നീ അത് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്. ഓ അതെ, ഞാൻ പാടുമ്പോ ഒക്കെ സ്വാമി അത് പാടി കൊടുക്കുന്നത്, ദാസേട്ടന് പാടി കൊടുക്കുന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ പാട്ടൊക്കെ സ്വാമി നേരിട്ടിരുന്ന് പാടി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അയ്യോ അത് തേൻ അലുവ. എനിക്ക് തോന്നുന്നു അമൃതയെ തന്നെ ഏതോ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, സമാഗമോ, സമാഗമം, അതില് ദാസേട്ടൻ ദക്ഷിണാമൃത സ്വാമിയും വന്നിട്ടുള്ളത്. അയ്യോ തേനിൽ കുഴച്ചാണ് ദാസേട്ടൻ കൊണ്ട് പാടിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള തൃപ്തിയുള്ള പാട്ട് ഏതാണെന്ന് കണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ സിദ്ധി കണ്ണാച്ചിയുടെ. എല്ലാം സന്തോഷം, എല്ലാം തൃപ്തിയ സ്വാമിയുടെ ഉത്തരവും. അസാധ്യ പാട്ട് ഉഗ്രായിട്ട് പാടി. പിന്നെ എനിക്കൊരൊറ്റ, നമ്മുടെ രാജേഷേ, നീ ആ പല്ലവി അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള ലിങ്ക് അതിമനോഹരമായിട്ട് വായിച്ചത്. ഓ എനിക്ക് ആ ഒരു ഒറ്റ ലൈൻ മാത്രം ഒന്ന് പാട്. കാമിനി എൻ്റെ തപസിളകി. രാജേഷ് ഐ ലവ് യു. നിനക്കൊരു ഉമ്മ, രോമാഞ്ചം. അസാധ്യം. അത് ഇങ്ങനെ ആ പാട്ടങ്ങ് എടുത്തു കൊടുക്കും, അത് അസാധ്യമായിട്ട് പ്ലേ ചെയ്ത്. മക്കളെ ചക്കരെ സാറേ കെട്ടിപ്പിടിച്ച താങ്ക് യു സാറേ. അത്രേ ഉള്ളൂ. അയ്യോ, കെട്ടിപ്പിടിച്ച് അവന് ശരിക്കും കെട്ടിപ്പിടിക്കണമെന്ന്. എനിക്ക് എന്നെ പോയി കെട്ടിപ്പിടിച്ചിട്ട് വാ, ചെല്ലോ. ഞാൻ അങ്ങോട്ട് വരാൻ വേണമെങ്കിൽ. വേണ്ട, അവൻ വരാം. എന്നാ പാടാ. സഞ്ജയ് ചേച്ചി സൂപ്പർടാ, സൂപ്പർ. ഓക്കെ, താങ്ക് യു ശരത് സാർ. എം ജി സാർ. പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കുറെ പാട്ടുകൾ എനിക്കും പാടാൻ സാധിച്ചിട്ടുണ്ട്. ഫിലിമല്ല, ഡിവോഷണലായിട്ടുള്ള തരംഗിണി സ്റ്റുഡിയോയിൽ. സാധാരണഗതിയിൽ അദ്ദേഹം ഈ ഒരു പാട്ട് വീട്ടിൽ നിന്ന് ട്യൂൺ ചെയ്തുകൊണ്ടൊന്നും വരാറില്ല. ഈ വരികൾ കൊടുത്തു കഴിഞ്ഞാൽ വയലാർ സാറായാലും ആരായാലും ഈ വരി നോക്കിയിട്ടങ്ങ് പാടുകയാണ്. അല്ലാതെ ഈ ഹാർമോണിയം എടുത്തു വെച്ച് അല്ലെങ്കിൽ കീബോർഡ് എടുത്തു വെച്ച് അതിനകത്ത് ഞെക്കി ഇത് വേണോ, ഈ കോഡ് വേണോ, മേജർ 7th വേണോ, 6th വേണോ, അങ്ങനെ ഒന്നുമില്ല. ഒരു 6ഉം ഇല്ല 7ഉം ഇല്ല. ഇത് നേരെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് നേരെ അങ്ങ് പാടുകയാണ്. ഇത് കണ്ട അനുഭവസ്ഥനാണ് ഞാൻ. എന്നിട്ട് അവസാനം കല്യാണി രാഗത്തിൽ അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് ആ പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവി തുടങ്ങാൻ നേരത്ത് സ്വന്തമായിട്ടിരുന്ന് കരയുക. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ നീ എനിക്കിത് തന്നല്ലോ, ഭഗവാനെ ഇത് തന്നല്ലോ. ഞങ്ങൾ അത്രയും ഓർക്കസ്ട്രയുടെ ആൾക്കാരെല്ലാം അവിടെ നിന്നുകൊണ്ട് ഞെട്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് ചെയ്തിട്ട് ദൈവമേ ഇത് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുക, ഏങ്ങി കരയുക. അത് ഒരു എന്താണ് പറയുന്നൊരു ദൈവതുല്യനാണ്, സംശയമില്ലാത്ത കാര്യം. അദ്ദേഹത്തിന്റെ ഈ പാട്ട് മോന് പാടാൻ കിട്ടിയത് തന്നെ, അത് സതീഷിന്റെ അടുത്ത് താങ്ക്സ് പറയണം. കാരണം വേറെ ഒന്നുമല്ല, കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. മാത്രമല്ല അത് വേദിയിൽ അവതരിപ്പിക്കുമ്പം അത് മനോഹരമായിട്ട്, അത് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള വേവ് ലെങ്ത്തിൽ തന്നെ മോന് പാടാൻ പറ്റി. പാടി, വേറൊന്നും പറയാനില്ല. അത് ദാസേട്ടൻ എങ്ങനെ പാടി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ വള്ളി പുള്ളി വിടാതെ പാടി. അത് ആദ്യത്തെ ആ പല്ലവി പാടി നിർത്തിയപ്പോഴത്തേക്ക് മനസ്സ് നിറഞ്ഞു. ഒരു അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചവരുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തൊന്നുമില്ലടാ, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. അതിമനോഹരം.
താങ്ക് യു സർ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ് മാം എന്താ പറയാ, അസാധ്യമായിരുന്നു. ബ്യൂട്ടിഫുൾ സിംഗിങ്. ശരിക്കും ദൈവാനുഗ്രഹം കൂടെ ഉണ്ട്. താങ്ക് യു മാം. ശരിക്കും ഈ ഒരു പെർഫോമൻസ് നമുക്ക് ആ ഒരു ചൈതന്യം ഫീൽ ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഉണ്ട് കൂടെ എന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റും. മോൻ്റെ ഓരോ പാട്ടിലും അതുണ്ട്. അപ്പോൾ അത് നിലനിർത്തുക, ദൈവത്തെ വിളിക്കുക, എപ്പോഴും ഭംഗിയായിട്ട് പാടാൻ സാധിക്കട്ടെ. എല്ലാം കൊണ്ടും മനോഹരമായി. ഗോഡ് ബ്ലെസ് യുടാ. താങ്ക് യു മാം. താങ്ക് യു സോ താങ്ക് യു മച്ച്. ചേച്ചി. ക്യാപ്റ്റൻ സഞ്ജയ്, സാറേ ഐ എം സോ പ്രൗഡ് ഓഫ് യു. സോ പ്രൗഡ്. താങ്ക് യു. സഞ്ജയ് ഇവിടെ നിൽക്കുമ്പോൾ സഞ്ജയുടെ ഹാർഡ് വർക്കാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം ഓരോ പാട്ടിനും സഞ്ജയ് എന്ന വ്യക്തി കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ട്. അതിൻ്റെ പിന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു കൾമിനേഷൻ ഒക്കെ നമ്മൾ പറയുന്ന പോലെ അത് ദൈവമായിട്ട് ഈ ഒരു പാട്ടിലൂടെ ഒരു ഭയങ്കര വലിയ ഹാപ്പിനെസ് ആണ് സഞ്ജയ് നമുക്ക് എല്ലാവർക്കും തന്നതും സാറേ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിച്ചതും. അപ്പോൾ അതുകൊണ്ട് സഞ്ജയ് കൂടുതലൊന്നും പറയാനില്ല. സഞ്ജയ് ഒരു ബ്ലെസ്ഡ് ചൈൽഡാണ്. താങ്ക് യു സർ. അപ്പോൾ അതുകൊണ്ട് സഞ്ജയ്, യു ഹാവ് മെയ്ഡ് മീ വെരി പ്രൗഡ്. നമ്മുടെ Thank you, sir. ടീം പ്രൗഡാണ്. താങ്ക് യു. നമ്മളെല്ലാവരും പ്രൗഡാണ്. താങ്ക് യു സർ. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ സഞ്ജയ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. പാട്ട് സജസ്റ്റ് ചെയ്ത സതീഷ് ഏട്ടനും പാട്ട് സജസ്റ്റ് ചെയ്ത സതീഷ് ഭായിക്ക് ഒരു കുതിരപ്പവൻ. അതെ സാറേ, താങ്ക് യു സോ മച്ച്. കെട്ടിപ്പിടിച്ചിരുന്ന ഇവിടെ എത്താനുള്ളത്. ഇപ്പൊ തന്നെ വരാന്ന്. ഓക്കെ സഞ്ജയ്, മാർക്സ് വെക്കാം. ഓക്കെ. ശരത് സാർ. ശരച്ചാരോ അണ്ണാ MG സർ. മഞ്ചരി ആ ഷാനെ എന്തോ ശരി, കണ്ടക്ട് ചെയ്യണ. ഓർക്കസ്ട്ര റെഡിയാണോ? 1 2 3 4 10 out of 10. ക്യാപ്റ്റൻ, അങ്ങനെ ഇപ്പുറത്തെ ടീമിലേക്കും ഒരു ഗോൾഡൻ മൈക്ക് വന്നിരിക്കുകയാണ്. അതെ 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 അതെ. പാറു അവനെ ഇങ്ങോട്ട് പറഞ്ഞോട്. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി, നിറം ചാർത്തുമോരോ ഈണമാ. ഓക്കെ, അപ്പൊ അങ്ങനെ മാജിക് ബീച്ച് ടീമിലേക്കും ഒരു ഗോൾഡൻ മൈക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ സഞ്ജയ് കൊണ്ടുവന്നു. സൂപ്പർ. ഗോൾഡൻ മൈക്കിന്റെ പ്രിവിലേജ് അറിയാലോ. ഇനി വരുന്ന എലിമിനേഷനിൽ നിന്ന് സഞ്ജയ് സേഫ് ആണ്. Super. അടിപൊളി. അപ്പൊ ഇനി 2 വരി ഗോൾഡൻ മൈക്കിൽ. ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശീലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നന്നായിരുന്നു. സൂപ്പർ. ഓക്കെ സഞ്ജയ്, ഓൾ ദി ബെസ്റ്റ്.